ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. 1800 ഒരു ചർച്ച് പിളരാനുണ്ടായ കാരണം ഒരു കോഴിക്കാലിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു എന്ന് വായിക്കുവാനായി ഇടയായി. കഥ ഇങ്ങനെയാണ്. അവസാനത്തെ കോഴിക്കഷ്ണത്തിനു വേണ്ടി രണ്ടുപേർ തമ്മിലുണ്ടായ വഴക്കാണ് കാരണം. ഒരാൾ പറഞ്ഞു, താനിത് കഴിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് അതല്ലേ പണി. ദൈവം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അത് എനിക്ക് വേണം. മറ്റൊരാൾ പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ വഴക്കായി. ആരും വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. രണ്ടുപേരും വഴക്ക് മൂത്ത് തമ്മിൽ പിരിഞ്ഞു. ഒരാൾ കുറച്ച് കിലോമീറ്ററുകൾ നീങ്ങി മറ്റൊരു ചർച്ച് ഉണ്ടാക്കി. കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ തമ്മിലുള്ളതായ വഴക്കുകളൊക്കെയും തീർന്നു. വിഭാഗീയതയ്ക്ക് കാരണമായത് പരിഹാസ്യമായ ഒന്നാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്തു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടു എന്ന് ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ കണ്ണുകൾ ഈറനണിയുന്നു. എന്നാൽ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയെ പിച്ചു ചീന്തുവാനായിട്ട് മടിക്കാത്ത ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വാശി ജയിക്കാനും വ്യക്തിവിരോധം കൊണ്ടുമൊക്കെ പള്ളികളിൽ പിളർപ്പുണ്ടാക്കുന്ന എത്രയോ ആളുകളെ നാം കാണുന്നു. നമ്മുടെ ദേഷ്യം തീർക്കാനും നാം പരദൂഷണം കൊണ്ടും അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ കൊണ്ടുമൊക്കെ പള്ളിക്കെതിരായി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, തൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പുള്ളതായ രാത്രിയിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത് എന്താണ്? അവരെല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്നത് പോലെ അവർ ഐക്യത്തിൽ ആയിരിക്കേണ്ടതിന് തന്നെ എന്ന്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും ഐക്യത്തിനായി പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മൾ തോറ്റുപോയാലും പരാജയത്തിൻ്റെ കയ്പ് നീര് കുടിക്കേണ്ടി വന്നാലും പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളിയിൽ നാം ആയിരിക്കുന്നിടത്തൊക്കെ സമാധാനമുണ്ടാക്കുവാൻ, ഐക്യമുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപ തമ്പുരാൻ നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.